ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചേമ്പ് കറി ഉണ്ടാക്കിയാലോ. ഞാനതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ചേമ്പ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ചേമ്പ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കത് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചേമ്പ്, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ വെജിറ്റബിൾ കറിക്ക് അധികം എരിവ് വേണ്ടല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേവിക്കുന്ന ടൈമിൽ തന്നെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചേമ്പിനൊക്കെ ഉപ്പ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറിലിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിഞ്ഞു പോകാനുള്ളൊരിതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിടാതെ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ച് എടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ മോര് ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. മോരൊഴിക്കുമ്പം നന്നായിട്ട് അരഞ്ഞിട്ട് നന്നായിട്ട് വരും എന്നാണ് പറയുക. മോര് പുളിയൊക്കെ തേങ്ങയിലിട്ടിട്ട് അരക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും എന്നാണ് പറയുക. അപ്പോൾ ഞാൻ മോര് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ചേമ്പിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ കുറേ ടൈം വെച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഓഫ് ചെയ്യാം നമുക്ക് തീ. ഇനി കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിക്കാം. വറ്റൽമുളകും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കാം. നമ്മുടെ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നാടൻ ചേമ്പ് കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.